മലയോര പ്രദേശങ്ങളിലുള്ളവർക്ക് ഇനി ആശങ്ക വേണ്ട. സതീശൻ്റെ മലയോര സമര ജാഥ കൊണ്ട് ഒരു ഗുണമുണ്ടായിരിക്കുകയാണ്. ദേ ദൃശ്യം നോക്കിയേ. ഊച്ചാളി സതീശൻ മലയോരം വഴി വരുന്നു എന്നറിഞ്ഞുകൊണ്ട് കോതമംഗലം വയനാട് റൂട്ടുകളിലുള്ള മുഴുവൻ ആനയും കുടുംബത്തോടൊപ്പം നാട് വിട്ടു പോവുകയാണ്. സതീശൻ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി അവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കുടുംബത്തോടൊപ്പം പെട്ടിയും കിടക്കയെടുത്തുകൊണ്ട് നാട് വിട്ടു പോവുകയാണ്. അമ്മാതിരി ഭീഷണിപ്പെടുത്തലല്ലേ വന്യജീവികളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിയിലെല്ലാം ഈ സംഭവവികാസങ്ങൾ ഉണ്ടായതിന് കാരണം സർക്കാരാണ്. എങ്ങനെയാണ് ഇവരെ കാട്ടിൽ കയറ്റേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ കുഴിമന്തിയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം നടത്തിയ സമരം, ആ സമരം കണ്ട് പേടിച്ച് വിറച്ചാണ് ആനകൾ കൂട്ടത്തോടെ നാട് വിട്ടത്. ഇനി കേരളത്തിലോ മലയോര പ്രദേശത്തിലേക്കോ തിരിച്ചു വരില്ലെന്ന് സതീശൻ്റെ മുമ്പിൽ നിന്ന് ആണയിട്ടിട്ട് പോയതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. കാര്യം സതീശൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കഴിവും വൈഭവവും പിന്നെ ആ കലിപ്പ് മോടും കണ്ട് ആനകൾ പേടിച്ച് മുള്ളിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറ്റില്ല, സതീശൻ രംഗത്തിറങ്ങിയതോടുകൂടി ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഇനി ഞങ്ങൾ വനത്തുനിന്ന് പുറത്തേ ഇറങ്ങില്ല, നാട് വിട്ട് ഞങ്ങൾ ഇതാ പോകുന്നേ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിംഹവും പുലിയല്ല ഇത് തന്നെ അവസ്ഥ. ഇനി മലയോര പ്രദേശത്ത് നിൽക്കുന്ന ആരും ആശങ്കപ്പെടേണ്ട. 1972 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ വന നിയമവും മാറ്റേണ്ട സാഹചര്യമില്ല.